ഹലോ, വെൽക്കം ബാക്ക് ടു സിംപ്ലി മൊമെൻറ്റ്സ്. ഇന്നത്തെ വീഡിയോ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പം അതിന് ഞാൻ സൂചി നൂലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരണം. ബാക്ക് സ്റ്റിച്ചിന് നമ്മൾ സാധാരണ ഫ്രണ്ടിലേക്കല്ല തുന്നിപ്പോവേണ്ടത്, ബാക്കിലേക്കാണ് കേട്ടോ. അപ്പം ഇതേപോലെ ബാക്കിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഫസ്റ്റിൽ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഈ ഒരു സ്റ്റിച്ചിൻ്റെ അതേ വലുപ്പത്തിൽ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അപ്പുറത്ത് ഒന്നുകൂടെ നീഡിൽ കൊണ്ടുവരിക. ദെൻ ഫസ്റ്റ് സ്റ്റിച്ച് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പോയിന്റിലേക്കാണ് രണ്ടാമത്തെ സ്റ്റിച്ച് എൻഡ് ചെയ്യിക്കേണ്ടത്. ഇതേപോലെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇതിന് ഗ്യാപ്പ് വരാൻ പാടില്ല. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ പഠിച്ച ആ ഒരു ഓർഡറിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചാണ്, രണ്ടാമത്തേത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പം പിന്നെ നമുക്ക് പോകുന്തോറും ടഫായിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെയാണ് വരുന്നത്. റണ്ണിങ്ങും ബാക്കും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. വേണമെങ്കിൽ ഒരു ലൈനൊക്കെ വരക്കാം കേട്ടോ. പെൻസിൽ വെച്ചിട്ട് ഒരു ലൈന് വരച്ചിട്ട് അതിൽ കൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചുകൾ നമുക്ക് അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രേസ് പേപ്പറും അതേപോലെ കാർബൺ പേപ്പറൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഫോണിലൊക്കെ പിക്ക് എടുത്തിട്ട് നമ്മളുടെ ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഡിസൈൻ വരച്ചെടുത്ത് അതിന് മുകളിലൊക്കെ നമുക്ക് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ചും എല്ലാം കൊടുക്കാം, ബീഡ്സ് വർക്ക് ആണെങ്കിലും എല്ലാം കൊടുക്കാം. അപ്പം അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിന് കെട്ടിട്ട പോലെ തന്നെയാണ് കേട്ടോ. നീഡിൽ താഴേക്ക് കൊണ്ടുവന്നിട്ട് സാധാരണ നമ്മൾ കെട്ടിടുന്ന പോലെ തന്നെയാണ് ഇതിനും കെട്ടിടുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ വരച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നൂല് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിത് സിമ്പിളാണ്. അപ്പം നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും ഒക്കെ. അപ്പോൾ ഇതേപോലെ നമ്മളെ ഡ്രസ്സിലൊക്കെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. ലീഫിനും അതേപോലെ ഫ്ലവറിനൊക്കെ വേറെ വേറെ കളറൊക്കെ കൊടുത്ത് ആപ്റ്റാവുന്ന കളറൊക്കെ കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.